നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് വിവാദത്തിൽ പ്രധാനമന്ത്രിയുടെ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി. നരേന്ദ്രമോദിയുടെ ആരോപണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്ന് പിണറായി വിജയൻ. ബാങ്ക് 117 കോടി രൂപയുടെ നിക്ഷേപം തിരികെ നൽകി. 8.16 കോടി രൂപ വായ്പയായി അനുവദിച്ചു. വായ്പയെടുത്തവർ തിരിച്ചടച്ചത് 103 കോടി രൂപ. തട്ടിപ്പ് കണ്ടെത്തിയത് സംസ്ഥാന സഹകരണ വകുപ്പെന്ന് പിണറായി. സംസ്ഥാനത്തെ സഹകരണ മേഖലയെ തകർക്കുക എന്ന നിലപാടാണ് BJPക്കെന്നും പ്രധാനമന്ത്രിയുടെ നിലപാട് പരിഹാസ്യമെന്നും തൃശൂരിൽ മാധ്യമങ്ങളോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി 10 നാൾ മാത്രം. ജനമനം കീഴടക്കാൻ മുന്നണികൾ അതിതീവ്രമാക്കി പ്രചരണം. വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ പടുകൂറ്റൻ പൊതുസമ്മേളനമൊരുക്കി ഇടതുമുന്നണി. ജനങ്ങളെ ആവേശത്തിലാഴ്ത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ജനകീയ വിചാരണയായി മാറുമെന്ന് മുഖ്യമന്ത്രി. BJPയുടെ പ്രകടന പത്രികയിൽ നിറഞ്ഞു നിൽക്കുന്നത് വർഗീയത. രാഷ്ട്രം നഷ്ടപ്പെടാതിരിക്കാൻ കരുതൽ വേണമെന്ന് ഓർമ്മപ്പെടുത്തൽ. ജനങ്ങളെ ബാധിക്കുന്ന പൗരത്വ ഭേദഗതി ബില്ലടക്കമുള്ളവയിൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും നിലപാട് വ്യക്തമാക്കണമെന്നും ആവശ്യം. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ തരംഗം സൃഷ്ടിച്ച് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ 2ാം ഘട്ട പര്യടനം. വയോധിക വോട്ടർമാരെ ചേർത്തുപിടിച്ചും മറ്റു വോട്ടർമാരുടെ ഹൃദയം കീഴടക്കിയും രമ്യയുടെ പ്രചരണ തേരോട്ടം. കളം കൊഴുപ്പിച്ച് ഗാനാലാപനം. നരേന്ദ്രമോദി ഭരണത്തിന് അന്ത്യം കുറിക്കുന്ന തെരഞ്ഞെടുപ്പാണിതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രമ്യ പാട്ടുപാടുന്നു എന്ന് ഇടതുമുന്നണി വിലപിക്കുന്നു. മറ്റൊന്നും പറയാനില്ലെന്നും രാഹുൽ. രമ്യയുടെ തെരഞ്ഞെടുപ്പ് പര്യടനം ഉദ്ഘാടനം ചെയ്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ. പൂരാരവത്തിന്റെ ആഹ്ലാദക്കുട ചൂടി ശക്തന്റെ തട്ടകം. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്തെ ചെറുകാറ്റിനു പോലുമുണ്ട് പറയാൻ ആഘോഷത്തിന്റെ മേലാപ്പണിഞ്ഞ പൂരചരിത്രം. പൂരത്തിന്റെ ആകാശ വിളംബരമായി ബുധനാഴ്ച സാമ്പിൾ വെടിക്കെട്ടിന്റെ കരിമരുന്ന് വിസ്മയം. കരിമരുന്നിന് ആദ്യം അഗ്നി പകരുക തിരുവമ്പാടി. വെടിക്കെട്ട് സമയം രാത്രി 7 മുതൽ 8:30 വരെ. പാറയമേക്കാവ് രാത്രി 7 മുതൽ 9 വരെ വെടിക്കെട്ട് നടത്തും. ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ കപ്പലിലെ തൃശൂർ സ്വദേശിയായ ആൻടസ ജോസഫ് പൂർണ്ണ സുരക്ഷിത. യുവതി കുടുംബവുമായി സംസാരിച്ചു. മകൾ വീഡിയോ കോളിലെത്തി സുരക്ഷിതയാണെന്നറിയിച്ചതായി പിതാവ് ബിജു അബ്രഹാം. മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതം. പ്രശ്നത്തിൽ ഇടപെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസും നോർക്കയും. എല്ലാവരെയും ഞാൻ നിന്നാലാണ് ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ. അപ്പൊ നിങ്ങൾക്കൊരു വാർത്തയായി. മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടെ വീണ്ടും പണിമുടക്കി മൈക്ക്. ഉച്ചത്തിൽ ശബ്ദം, ഒടുവിൽ നിശബ്ദം. ഉറക്കെ ചിരിച്ച് നേരിട്ട് മുഖ്യമന്ത്രി. മാധ്യമങ്ങൾക്ക് വാർത്തയായെന്നും പിണറായി വിജയൻ. തടസ്സപ്പെട്ട വാർത്താ സമ്മേളനം പുനരാരംഭിച്ചത് മൈക്ക് ഓപ്പറേറ്റർ എത്തി തകരാർ പരിഹരിച്ച ശേഷം. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് തൃശൂർ താലൂക്ക് പരിധിയിൽ ഏർപ്പെടുത്തിയ മദ്യനിരോധനത്തിൽ മലക്കം മറിഞ്ഞ് ജില്ലാ ഭരണകൂടം. താലൂക്ക് പരിധി എന്നത് കോർപ്പറേഷൻ പരിധി എന്നാക്കി പുതുക്കി നിശ്ചയിച്ചു. ഏപ്രിൽ 19 പുലർച്ചെ 2 മുതൽ 20 ഉച്ചതിരിഞ്ഞ് 2 മണി വരെ 36 മണിക്കൂർ നേരത്തേക്കാണ് മദ്യനിരോധനം. മദ്യവിൽപ്പനശാലകൾ, കള്ളുഷാപ്പ്, ബിയർ ആൻഡ് വൈൻ പാർലർ, ബാർ എന്നിവ അടച്ചിടും. ശബരിമലയിൽ അനധികൃത നെയ്യ് വിൽപ്പന നടത്തിയ സംഭവത്തിൽ കീഴ്ശാന്തി വിജിലൻസിന്റെ പിടിയിൽ. ചെറായി സ്വദേശി മനോജാണ് ദേവസ്വം വിജിലൻസിന്റെ പിടിയിലായത്. കീഴ്ശാന്തിയുടെ കയ്യിൽ നിന്ന് 14,655 രൂപയും പിടിച്ചെടുത്തു. പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് ടെമ്പിൾസ്
സ്പെഷ്യൽ ഓഫീസറും ദേവസ്വം വിജിലൻസും. കള്ളക്കടൽ പ്രതിഭാസം. കേരള തീരത്ത് 2 ദിനം കടലാക്രമണ സാധ്യത. കേരള തെക്കൻ തമിഴ്നാട് തീരത്ത് ബുധനാഴ്ച 0.5 മുതൽ 1.1 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യത. തൃശൂർ ജില്ലയിൽ ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന് വീണ്ടും ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി. മൊഴിപ്പകർപ്പ് അതിജീവിതയ്ക്ക് നൽകരുതെന്ന ദിലീപിന്റെ ഹർജി കോടതി തള്ളി. മൊഴിപ്പകർപ്പ് വേണമെന്ന അതിജീവിതയുടെ ആവശ്യം കോടതി അംഗീകരിച്ചു. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ അപ്പീൽ തള്ളിയത് ഡിവിഷൻ ബെഞ്ച്.